ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷിക്കാത്ത എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നിന്ന് നമ്മൾ ഇന്ന് ടാങ്സ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. അപ്രോക്സിമേറ്റ് 240 കിലോമീറ്റർ 4 മണിക്കൂറാകെ വണ്ടി ഓടിക്കാനുള്ളൂ. ഗൈസ് നോക്കൂ, കുറേ പേരെ കമൻറ്റ് കണ്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നതെന്ന്. ഗൈസ് നോക്കൂ, മൈനസ് കാലാവസ്ഥയിൽ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ 24, 35, 40 ഡിഗ്രിയാണ് ചൂട്. അതുപോലെ തന്നെ അങ്ങനെ വലുതായിട്ട് മൈനസ് ആവാറില്ല, മൂന്നാറിലൊക്കെ ആവാറുണ്ട്. പക്ഷേ ലഡാക്ക് അതുപോലെയുള്ള ടിബറ്റ് മേഖലകളിൽ മൈനസാണ് ടെമ്പറേച്ചർ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകില്ല. അതായത് നമ്മുടെ ഓയിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ കട്ട പിടിക്കും. അപ്പം നമ്മൾ രാത്രിയിലും കുറേ നേരം വണ്ടി സ്റ്റാർട്ടാക്കിയിടും, എന്നിട്ട് ഓഫാക്കും. എന്നിട്ട് പകൽ നമ്മൾ രാവിലെ എണീറ്റ് സ്റ്റാർട്ടാക്കും. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടാക്കിയിടുന്നത്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയകളിൽ വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കാനും പിന്നെ അതേപോലെ തന്നെ എണ്ണ മര്യാദയ്ക്ക് കത്താനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ടാൻസ, അതായത് ഇത് സെക്കൻഡ് ടിബറ്റ് ലാർജസ്റ്റ് ടൗൺ ആണ്. നമ്മളിപ്പോൾ ചെല്ലാൻ വേണ്ടി പോകുന്ന ലാസ എന്ന് പറഞ്ഞ സ്ഥലം ഏറ്റവും വലിയ ടിബറ്റ് ടൗൺ ആണ്. അപ്പം നമ്മളിവിടെ വരാനുള്ള കാരണം, ഇവിടെ വന്നിട്ടാണ് നമ്മൾ നേപ്പാൾ, ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും നേപ്പാൾ വന്നു, നേപ്പാളിൻ്റെ ബോർഡറിൽ നിന്നും നമ്മൾ കാഠ്മണ്ഡു വന്നു. കാഠ്മണ്ഡു നമ്മൾ ചൈനയുടെ നേപ്പാൾ ചൈന ബോർഡറിലെത്തി. അതായത് നമ്മൾ കാഠ്മണ്ഡു നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ ശരിയാക്കി നമ്മൾ എവിടെ എത്തി, അതായത് നേപ്പാൾ കഴിഞ്ഞ് നമ്മൾ ചൈനീസ് ബോർഡർ എത്തി. നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് കാർനെറ്റോ ഇൻ്റർനാഷണൽ ലൈസൻസോ ഈ പറഞ്ഞ ഒരു സംഭവവും ചൈനയിൽ അവർ അംഗീകരിക്കുന്നില്ല. ചൈനയിൽ അവർ അംഗീകരിക്കുന്ന ഈ കാണുന്ന ചൈനീസ് ലൈസൻസാണ്. ഇത് ചൈന ലൈസൻസാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന വീഡിയോയിൽ എൻ്റെ 24/7/29 വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി. ഇതാണ് ചൈനീസ് നമ്പർ പ്ലേറ്റ്. അതായത് ഈ ഒരു നമ്പർ പ്ലേറ്റും ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാണുന്ന ഇവിടുന്ന് താഴോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടം വരെ വലിയ പ്രശ്നമില്ല. ഇനി മുതൽ ഇത് മസ്റ്റാണ്. ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ വണ്ടികളുടെ പോലെ ഇതുണ്ടോ, ഈ കാണുന്ന വണ്ടിയുടെയൊക്കെ നീല നമ്പർ പ്ലേറ്റാണ്, അതുപോലെയുള്ള നമ്പർ പ്ലേറ്റ് കിട്ടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇതുപോലുള്ളൊരു നമ്പർ പ്ലേറ്റാണ്, ചൈനീസ് നമ്പർ പ്ലേറ്റാണ് നമുക്ക് കിട്ടുക. ഇതിനെന്തൊക്കെയോ ടെക്നോളജി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഫൈനലി കിട്ടി. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഹോട്ടലിലെ ലോബിയിലെത്തി. നമ്മൾ മാത്രമേ എത്താത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുക്കുക കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് അത്ര സെറ്റപ്പ് അല്ല. അതുകൊണ്ട് ലിബി ഉണ്ടല്ലോ, വണ്ടിയുടെ ഗ്ലാസ് കഴുകുവാണ്. ദേഹത്ത് വെള്ളം വീണ് കഴിഞ്ഞുണ്ടല്ലോ ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുകൊണ്ടുള്ള വേദന കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന നമ്മുടെ സ്ഥലത്തു നിന്ന് നമ്മളങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ പുറത്തിറങ്ങുകയാണ്. അതായത് ഇവിടെ സെക്യൂരിറ്റി ഭയങ്കര സെറ്റപ്പ് ആട്ടോ. പക്ഷെ ഇന്ന് രാവിലെ ഒരു വലിയ പണി പറ്റി. ഒരുത്തനാടിക്ക് പൂസായ ബാത്റൂമിൽ മെഴുകി കിടക്കും കേട്ടോ. ബാത്റൂമിലൊന്നും കിട്ടിയില്ല. ഛർദിച്ച് എൻ്റെ അമ്മയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഈ കാണുന്ന ഇവരുടെ ഫയർഫോഴ്സ് ആണ്. അവിടെ എന്തോ ട്രാഫിക് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടിയെല്ലാം ചറവറയെ പോയി. ഇവിടെ തെറ്റിപ്പോയ റോഡ് പോയതാ. നല്ല അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട്. അല്ല, നമ്മള് വീഡിയോ എടുത്ത സ്ഥലമാണ് ഇത്. രാവിലെ 8 മണിയാണ് ചൈനീസ് ടൈം. നാട്ടിലെ 8 എന്ന് പറയുമ്പോൾ ബേക്കോട്ട് ഒന്ന് 7, ഒന്ന് 6 മണി കേട്ടോ നാട്ടിലെ. അപ്പൊ ഈ സമയങ്ങളൊന്നും ഈ ഒരു ടൗൺ ഓപ്പൺ അല്ല. എനിക്കൊന്ന് 10 മണിക്ക് ശേഷം തോന്നുന്നു ഈ കാണുന്ന ഒരു മാർക്കറ്റ് ഓപ്പൺ. ഈ സമയത്ത് വന്നത് നന്നായി. കല്ലിട്ടിട്ടുള്ള ഒരു റോഡാട്ടോ. ചൈനയിൽ നമുക്ക് ആദ്യമായി 3 ലൈൻ അങ്ങനെ 6 ലൈൻ കിട്ടിയിരിക്കുകയാണ്. അതിമനോഹരമായ ഈ ഒരു ടൗണിനോട് വിട്ടു പറഞ്ഞ് നമ്മൾ അങ്ങനെ ലാസ എന്ന് പറയുന്ന പടുകൂറ്റൻ ടൗണിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ട്രാഫിക് സിഗ്നലുണ്ട്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ ട്രാഫിക് റൂൾ വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ നമ്പർ പ്ലേറ്റ് ആണ് ഇവിടെ കിട്ടൂല, അത് കിട്ടുമെന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു നോക്കി. ഈ കാണുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോണേ. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഫ്രണ്ടിലുണ്ട്. നമ്മളിപ്പോ ഫ്രണ്ടിൽ കയറില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിൽ കയറുന്നുണ്ടോ. എല്ലാരും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കയറി വരാട്ടോ. ദുബായ് ഒക്കെ പോലെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തോ ദുബായിയുടെ ഒക്കെ ചില ഭാഗങ്ങളായിട്ട് എനിക്ക് ചില സ്ഥലങ്ങളിലെ രൂപസാദൃശ്യം തോന്നുന്നു. നിനക്കോടാ? എനിക്ക് നല്ല രീതിയിൽ സാദൃശ്യം തോന്നുന്നുണ്ട്. സാദൃശ്യം പച്ചപ്പ് ഇവിടെ കൂടുതലാണ്. ദുബായിൽ പച്ചപ്പ് കുറവാണ് ഈ ഏരിയ വന്നപ്പോ. നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, ഹീറ്റിംഗ് ലെവൽ എപ്പോഴും ഒരു 3 നിൽക്കണുണ്ടോ, എങ്കിൽ മാത്രമേ കറക്റ്റ് പെർഫോമൻസ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ സീറ്റ് ബെൽറ്റ് എല്ലാ കാര്യങ്ങളും പക്കയായിട്ടാണ്. ശരിക്കും എന്താ വെച്ചാൽ 4 വരി ആയതുകൊണ്ട് സീറ്റ് ബെൽറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല, വേറെ സംഭവം ഇനി ഒരു സംഭവം അതായല്ലോ, ഇനി അങ്ങോട്ട് ടഫാണ്. ടിബറ്റ് വരെ ഇച്ചിരി നമുക്ക് സ്പീഡ് ക്യാമറ മേടിച്ചാൽ മതി. ഇനി അങ്ങോട്ട് എല്ലാ ക്യാമറകളും നമ്മൾ
ശരിക്കും പേടിക്കണം കേട്ടോ. ഞങ്ങൾക്കുണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളും നിർത്തണം, എല്ലാ സ്ഥലങ്ങളും എടുക്കണമെന്നുണ്ട്. പക്ഷെ ഗൈഡിനോട് ചോദിക്കണം. ഗൈഡ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗൈസ് നോക്കൂ, ഈ ഒരു ട്രിപ്പ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എപ്പോഴും ഗൈഡാണ്. ഗൈഡ് എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പുള്ളി നമ്മൾക്ക് എപ്പോഴും ഓരോ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഒരു ഹൈവേന്ന് അടുത്ത ഹൈവേയിലേക്ക് കയറും കേട്ടോ. അതാണ് പമ്പായിരിക്കും അല്ലേ? എല്ലാരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ടാക്സി, ഓട്ടോറിക്ഷ ഇതുപോലത്തെ സാധനങ്ങളൊന്നും കയറ്റി വിടില്ല. അതും വേറെ ടോൾ ഉണ്ടെന്ന് ഇന്നലെ ഗ്രൂപ്പിലുണ്ടായിരുന്നു അലിവിന്. ബൈക്ക് എന്താ ചെയ്യുക? അതെന്റെ സംഭവം അറിയാമോ? ചൈനയിലും പല സ്ഥലങ്ങളിലും തായ്ലൻഡിലുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും പല ഹൈവേയിലും ബൈക്ക് അനുവദിക്കില്ല. എന്തോ വലിയ വിഷയമാണ്. അപ്പൊ കാർ 80, ട്രക്ക് 60. നമ്മൾ ഇതിൽ പെടും, കാറിൽ പെടുമായിരിക്കും. നമ്മള് 80 കിലോമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ 100 കിലോമീറ്റർ ഇന്ത്യ പോലെ അത്ര ഇല്ലല്ലേ ചില റോഡുകളിൽ. അപ്പൊ ഈ ചില റോഡുകളിൽ ബൈക്ക് അനുവദിക്കാത്തതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് ഹൈവേ വഴിയല്ല, എല്ലാം ലോക്കൽ വഴി കേട്ടോ പോകുന്നത്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ സെൻസർ സെറ്റപ്പുണ്ട്. ലാസ്റ്റ് എക്സിറ്റ് റോൾ അതേപോലെ അത് കണ്ടോ, അപ്പുറം കണ്ടോടാ ഇതല്ലേ ലാസ്റ്റ് എക്സിറ്റ് കൊടുക്കുന്നതല്ലേ? നോക്കൂ, അതായത് ഇന്ത്യ പോലത്തെ വലിയ കവാടം പോലത്തെ പൈസ മേടിക്കുമ്പോൾ വലിയ കവാടം പോലെ സെറ്റപ്പ് ഇല്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന കേട്ടിലൻ ഹൈവേ കൂടെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. എല്ലാവർക്കും 110 കിലോമീറ്റർ സ്പീഡ് വരെ സഞ്ചരിക്കാൻ കഴിയും. ഇതിന് എപ്പോഴാണ് എക്സിറ്റ് സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിക്ക് 100 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്യാമറ കിട്ടുന്നില്ല. എല്ലാ വാഹനങ്ങളും അടിപൊളി സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ആ ക്യാമറ എത്തുമ്പോ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട് 110, 80. ട്രക്ക് 80, കാറുകൾ 110. നോക്കിയേ, അവിടെ എത്തുമ്പോ എല്ലാ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ആവുന്നുണ്ടോ? ഗൈസ് നോക്കൂ, എല്ലാ വാഹനങ്ങളും സ്ലോ ആയിട്ടോ പോണേ. പടപടേ അടിയാ. നമ്മൾ 80 കിലോമീറ്റർ സ്പീഡിൽ പോട്ടെ, ഇവിടെ കയറി കഴിഞ്ഞപ്പോ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഫീലിംഗ് വരുന്നില്ല. കേറുന്നില്ലടാ വണ്ടി. രാവിലെ ചൂടായില്ലല്ലോ. ചൂടായി കഴിഞ്ഞാൽ കറക്റ്റ് പെർഫോമൻസ് കിട്ടത്തുള്ളൂ വണ്ടിയുടെ. 110 ഉള്ളു പെർഫോമൻസ്. ആ 110 വെച്ച് വേണം ഇവിടെ ചെയ്യാൻ വേണ്ടി. എന്നെ മലേഷ്യയിൽ നിന്ന് ഒരു ട്രക്ക് ഡ്രൈവർ കണ്ടു. എന്നിട്ട് അവര് രാത്രി പച്ചപ്പ് ആ സൈഡിലൊക്കെ ഉണ്ടോ? പച്ചപ്പ് അല്ലല്ലോ, പച്ച നെറ്റ് കേട്ടോ. എന്താണ് സംഭവം ഒന്നും വ്യക്തത കിട്ടുന്നില്ല. ഇതെന്താണാവോ? നമ്മൾ ഇത്രയും നേരം വരെ ഈ ഹൈവേ സഞ്ചരിച്ചിട്ട് ഒറ്റ മനുഷ്യ കുഞ്ഞോ ഒരു ഗ്രാമോ കാണാനില്ല കേട്ടോ. എങ്കിലും ഈ കാണുന്ന മലകളുണ്ടോ? ഈ കാണുന്ന മലകളിൽ ടവറുകളും അതുപോലുള്ള സെറ്റപ്പുകളും സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ. ചെറിയൊരു മല വന്ന് അവിടെ ടവർ ഉണ്ടാവും. കാണുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇവര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാക്കണം. അതിനൊക്കെ കറക്റ്റ് വന്ന് നനച്ച് സെറ്റപ്പ് ആക്കി പ്രോപ്പർ വഴി പോകുന്നുണ്ടോ. ഞാനൊരു പ്രാവശ്യം കണ്ടോ കേട്ടോ. അതായത് പിന്നെ നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനം, ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് സംസ്ഥാനം. പക്ഷേ ഇതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അവൻ എന്നാ എന്നറിയോ, അവൻ ആ വെള്ളം റോഡിലേക്ക് വെറുതെ അടിച്ചടിച്ച് വിടുവാണ്. അല്ല ചെടിയിലേക്ക് അടിച്ച് അവനൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചാൽ മതി. പക്ഷെ താല്പര്യമില്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യാൻ? ഇപ്പം 4000 ആൾട്ടിറ്റ്യൂഡ്, അതായത് മീറ്റർ ലെവല് 4800 കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന മലനിരകളുടെ തൊട്ട് സൈഡിൽ കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എത്ര മലകളാന്ന് നോക്കൂ. ഈ മലകൾ തമ്മിൽ കൂടിച്ചേരാതെ ഒത്തൊരുമയില്ലാതെ അകന്നകന്നാട്ടോ നിൽക്കുന്നത്. അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് ലിബിനും അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. രണ്ടു വരി ഉള്ളു കേട്ടോ, 3 വരി ഇല്ല. ഈ കാണുന്ന എമർജൻസി പാത കേട്ടോ. ഫയർഫോഴ്സ്, ആംബുലൻസ് ഒക്കെ പോകാനുള്ള ഈ ലൈനിൽ കയറിട്ടുണ്ട്. നല്ല ഫൈനും കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലേ? വണ്ടി എല്ലാം ഒതുക്കി കിട്ടണം. നമ്മുടെ 3 വണ്ടി കാണാനില്ല. അതെന്താ സംഭവിച്ചു? ഇനി എന്നെ അടിക്കാനെങ്ങനെ അവർ പറയാതെ കയറിയോ? ഇച്ചിരി അഡ്വാൻസ് കൂടി ആൾക്കാർ, അതുകൊണ്ട് ഇച്ചിരി അഡ്വാൻസ് കൂടി ബേക്കില്ല. ഇപ്പൊ 2 വണ്ടിയുള്ളൂ. ഒന്ന് ഈ ഫോർച്യൂണർ, ഒന്ന് ഞങ്ങളുടെ വണ്ടി. ബാക്കി ഒന്നിനും കാണാനില്ല കേട്ടോ. സായിപ്പാണോടാ? ആണോ? ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഞങ്ങൾ നിർത്തിയിട്ടാക്കുന്നതിന്റെ തൊട്ടിപ്പുറം ഉണ്ടല്ലോ. ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടോ? ഈ ഒരു ഭാഗത്തിന്റെ തൊട്ട് മിഡിൽ ഭാഗത്തോട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. നിങ്ങൾ വേറൊരു പണിക്കും പോകരുതേ. ഇത് റെയിൽവേ പാളം കേട്ടോ. എന്തൊരു വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നല്ലേ. എനിക്ക് തോന്നുന്ന ബുള്ളറ്റ് ട്രെയിനാണ് തോന്നുന്നു. ഇനി അങ്ങോട്ടൊക്കെ ചെല്ലാൻ നേരത്തെ നമുക്ക് ബുള്ളറ്റ് ട്രെയിന്, അത് 5 തരം ട്രെയിൻ ഉണ്ട് കേട്ടോ ചൈനയിൽ. ആ 5 തരം ട്രെയിനും കാണാൻ പറ്റും. കൂടുതലുള്ള 3 പേര് ഡിലേ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഡിലേ ആയി. ഞാൻ വണ്ടി നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈവേ കൂടെ ആകെ ഇത്രയും കിലോമീറ്റർ ഓടിക്കുന്നുള്ളടാ. ബാക്കി മൊത്തം ഈ കാണുന്ന ഇവിടുന്ന് എക്സിറ്റാ. ഗൈസ്, അങ്ങനെ രാവിലത്തെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ വീണ്ടും ചങ്കരൻ തെങ്ങൽ എന്ന് പറഞ്ഞ ഈ കാണുന്ന 2 വരി പാത കൂടിയാണ് പോകുന്നുണ്ടോ. അത് റെയിൽവേ ആയിട്ടോ. 100%
അത് റെയിൽവേ ആണ്. 250% അത് റെയിൽവേ ആണ്. ബുള്ളറ്റ് ട്രെയിൻ ആണോ? എനിക്ക് അങ്ങനെ തോന്നുന്നത് കണ്ടിട്ട്. കാശ് എന്താ പ്രശ്നം അറിയത്തില്ല. രാവിലെ തൊട്ട് എല്ലാ വണ്ടികളും ലേറ്റ് അല്ലേ ഇവന്. എന്നാ ദുരിത എക്സ്പ്രസ് ഇല്ല പോകാൻ ലേറ്റ് ആയി പോയെന്ന്. ഈ പുള്ളിയും ബൈക്കും പതിയെ പോകണം, ഞങ്ങളും പതിയെ പോകും. അങ്ങനെയാണ് ഇവർക്ക് ബൈക്കിലോട്ട് പോയാൽ പോരെ അല്ലേ? നോക്കൂ, ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര സ്ലോ ആണ് വണ്ടികളെല്ലാം. ഇന്ന് 2-3 വണ്ടി മിസ്സായി ബൈക്കില് തന്നെ. പിന്നെ ഇങ്ങനെ നോക്കൂ, ഫൈനലി എല്ലാ വാഹനങ്ങളും നിർത്തി. 2 വണ്ടി മിസ്സിങ് ആട്ടോ, ബൈക്കും ഇല്ല, പിന്നെ അതേപോലെ തന്നെ സായിപ്പിന്റെ ക്യാമറയും ഇല്ല കേട്ടോ, 2 ഇല്ല. എന്താ സംഭവം എന്ന് അറിയത്തില്ല. സംഭവം വളരെ സിമ്പിളാണ്. പപ്പുവിനെ പിന്നെ 4 വരി പാത കയറ്റി വിട്ടില്ല, അതുകൊണ്ട് മാർട്ടിൻ അവിടെ നിർത്തി. അപ്പോൾ അവർ തമ്മിൽ ഇനിയിപ്പം ഈ കാണുന്ന 2 വരി പാതയിൽ കൂടെ വരും. 4 ലൈനിൽ കൂടെ ഇപ്പോൾ നമുക്ക് യാത്രയില്ല. വളരെ സന്തോഷം. ഇവിടെ ഒരു വീടാട്ടോ ഈ കാണുന്നത്. ഇവിടെ ഉണ്ടല്ലോ ചൈനീസ് കൃഷികളും അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. ഇവിടെ ആലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒനിയനുണ്ട്, പിന്നെ അതേപോലെ ഇവിടെ വെള്ളം വരും. സംഭവം കൊള്ളാട്ടോ. അതായത് ചൈനയുടെ പിന്നെ ഉള്ളേരിയല്ല, ഇന്ത്യയിലെ ഏരിയ ഒക്കെ വമ്പ സെറ്റപ്പ് കേട്ടോ. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഏരിയ ഒക്കെ വമ്പ സെറ്റപ്പാണ്. സംഭവം ശരി കേട്ടോ. മോഡേൺ കൃഷി അതുപോലുള്ള സംവിധാനങ്ങൾ കാര്യങ്ങൾ എല്ലായിടത്തും ജലലഭ്യത വേറൊരു മൂടാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്നൊക്കെ ഇവരുടെ കൃഷി അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കേട്ടോ. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഇനി ഇന്ത്യയിലെ ഏരിയ കൂടി സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കണ്ട് പോകാൻ പറ്റും കേട്ടോ. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരു അഡ്വഞ്ചർ ഓവർലാൻഡ് എന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപയാണ് അവരുടെ ഫീസ്. ഈ ഒരു യാത്ര നടത്തുന്നതിൽ അവർ ബൈക്കിനെ അപ്സെറ്റ് ചെയ്യില്ല. നമ്മുടെ ഈ ഒരു ഗൈഡും ഈ ഒരു കമ്പനി മാത്രമേ ബൈക്കിനെ അപ്സെറ്റ് ചെയ്യുള്ളൂ. കാരണം ഇത് ഇന്റീരിയർ റൂറൽ ഏരിയ കൂടെ പോകുന്നതുകൊണ്ട് ടൈം എടുക്കും കേട്ടോ. അതിനകത്ത് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. രാത്രിയിൽ ഇന്നലെ സംഭവിച്ചാണ് ഈ ആക്സിഡൻറ്റ്. दूसरा आदमी इधर टूटेगा. ऐसे गया. यस मैं पार्क हूँ कार वॉश this side. When two-wheeler removing, so I need to get inside. I put signal also. And that girl, she came like this. Is police is coming Police came. and full camera watching. On the spot. They put camera number. There was a camera. They put camera number. In phone. On phone. Oh. And immediately he showed what happened. And because there was a confusion. Whose mistake? My mistake or That her guy is mistake? saying. So what police said? Okay, why you want to create trouble? You pay for your repair. She will pay for her repair. Then go. Then go. ഗൈസ് നോക്കൂ, അങ്ങനെയായിരുന്നു കേട്ടോ സംഭവം. പാവം അടിച്ച് ചളങ്ങിപ്പോയി. ഇതുണ്ടോ, ഇത്രയും ഭാഗത്ത് കിട്ടി. അതാണ് വിഷയം. അതായത് ഇതേപോലെ ക്യാമറ ഉണ്ടോ, അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറ നോക്കിയിട്ട് അതിന്റെ നമ്പർ അവരുടെ ഫോണിൽ അടിച്ചു. I was impressed there. How can Quickly. they check? I think all police, they have all cameras On. their phone. They put camera number and it will show. Oh, system is advanced. live CCTV. Yeah, live CCTV. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ലെറ്റ്യൂസിൻ്റെ ഫോട്ടോസും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ലെറ്റ്യൂസ് ആണുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് ഞങ്ങൾ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീടാണ്, വലിയ വീടാണ്. അവിടെ 3 മക്കളും ഒരു അമ്മൂമ്മയുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഞങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരി ഇറങ്ങി വന്നു കേട്ടോ. സംഭവം പുള്ളി ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ ഇട്ട് ഭയങ്കര കളി കേട്ടോ. പക്ഷെ അത് രക്ഷയില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. What they are saying is not coming here. ദീദി ഞങ്ങൾക്ക് ആപ്പിൾ തന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചു. നോക്കുന്ന ആപ്പിൾ ഇന്നാ ഇന്നത്തെ ദിവസം ഞങ്ങൾ പട്ടിണി കേട്ടോ. ഇനി എവിടുന്നേലും മേടിക്കണം ആപ്പിള്. ഈസ് ആപ്കാ ഹസ്ബൻഡ് റെഡി? ഗൈസ് നോക്കൂ, പുള്ളി റെഡി ആയിട്ടോ. 2 ദിവസം പുള്ളി ചെറിയ ടയർഡായിരുന്നു, ഇപ്പോൾ ഓക്കെ ആയിട്ടോ പുള്ളിക്കാരൻ. ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ 240 കിലോമീറ്റർ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പാവം ഈ പുള്ളിക്കാരനാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് ഇവർ വരാൻ വേണ്ടി. പുള്ളി എന്നോട് പറയുന്നു ആ ഡിസ്പ്ലേ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ. ഫൈനലി ആ ഡിസ്പ്ലേ ശരിയാക്കി കൊടുത്തു. സമ്മർ റെഡി കേട്ടോ. ഇതുവരെ ആരും വന്നില്ല. ഓ ഭയ്യ, ജോഷി ഭയ്യ നീച്ചേ ആവോ. ഗൈസ് നോക്കൂ, നമ്മളുണ്ടല്ലോ ഇവിടെ എല്ലാവരും കൂടെ നിൽക്കും കേട്ടോ. എന്നിട്ട് നാട്ടിലെ പോലെ തന്നെ ഗുണസായ്മ പറയും കേട്ടോ. കുറെ ഗുണസായ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ടൗണിലെ ഏതോ വലിയ ആളാട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാക്കുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടുത്തെ എന്തോ വലിയ ടീമാട്ടോ. അവർ നമ്മുടെ വണ്ടിയുടെ കൊടുത്ത് ഫോട്ടോ എടുക്കുവാണ്. ഹായ് ഗൈസ് നോക്കൂ, ഹായ് ഗൈസ്. ഇവരൊക്കെ നമ്മുടെ വണ്ടി കൊടുത്ത് ഫോട്ടോ എടുക്കാണ്. ഫൈനലി മാർട്ടിനും അങ്ങനെ ബൈക്കറും എത്തി കേട്ടോ. നോക്കൂ, ഫൈനലി
നമ്മൾ പോവാണ്. ഇവര് വന്ന കാർ ഇതാ കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. മേരൊക്കെയാണോ? ഇവർ നല്ല അടിപൊളി മനുഷ്യരാ കേട്ടോ. എന്തൊക്കെയോ സംഭവം ഉണ്ട് ഇവിടെ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒന്നേ നമുക്ക് ഇവിടെ തീർവാഴ്ച വാഴാം, അല്ലെങ്കിൽ ഓക്കെ താങ്ക് യു. നമുക്ക് ഫൈനലി വണ്ടി എടുക്കണം. എല്ലാവരും വന്നു. അവിടെ സായിപ്പ് എത്തി, ബൈക്ക് എത്തി. ഇനിയിപ്പോൾ വണ്ടി എടുത്താൽ കേട്ടോ. അതായതുണ്ടല്ലോ, ജോഷി ഒരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് AC, ഈ ലാസ്റ്റിൽ എല്ലാത്തിനും പൈസ കുറവാണ്. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ഒരു സോളാർ പാനൽ വെക്കും. ജോഷിയുടെ ഫ്രിഡ്ജ് ആ വണ്ടി സൂട്ടായാലും സെക്കൻഡ് ഹാൻഡ് റേറ്റിന് ഞങ്ങൾ മേടിക്കും. കാരണം അല്ലെ കളയാലേ വേറെ മാർക്കില്ല. ഫ്രിഡ്ജിന് വിലയായി. അല്ല സെക്കൻഡ് ഹാൻഡ് റേറ്റ് അല്ല, അതിന് 40,000 നമ്മുടെ നാട്ടിൽ കിട്ടും 15,000 രൂപയ്ക്ക്. ശരി, 8,000 ഉള്ളൂ. പിന്നെ സോളാർ സിസ്റ്റം എടുത്ത് അടിപൊളിയാണ്. ഈ വണ്ടിയെ കയറ്റാൻ പറ്റും നോക്കട്ടെ. നല്ല ലിഥിയം ബാറ്ററി. ലിഥിയം ബാറ്ററി കിട്ടുമെങ്കിൽ 3 മേടിച്ചിട്ടാണ് ഗൈസ്. നോക്കുക, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാറുണ്ട്. ഈ നമ്മൾ വണ്ടിയിലേക്കുണ്ടല്ലോ, എവിടെയെങ്കിലും സാധനം മേടിച്ച് വണ്ടിയിൽ വെച്ചത് ഉപയോഗിക്കുകയാണ് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറെ സാധനങ്ങൾ വെച്ചോണ്ട് പോകണല്ലോ, അത് വിഷയമാണ് കേട്ടോ. കറക്റ്റ് നമ്മുടെ ഏതോ നോർത്ത് ഇന്ത്യയിൽ പോയ അതേ ഫീലിംഗ് കേട്ടോ. റോഡൊക്കെ ഏകദേശം അതേപോലെ തന്നെ, ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. തൊട്ട് സൈഡിൽ കൂടെ കനാലിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഈ റോഡ് ചൂസ് ചെയ്യാനുള്ള കാരണം, നമുക്ക് സത്യം പറഞ്ഞാൽ ഹൈവേ ടോള് കിട്ടുന്നതാണ്. പക്ഷെ ഈ റോഡ് ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ബൈക്കറിനെ ഒരിക്കലും അനുവദിക്കില്ല 4 ലൈൻ. അത് വലിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ലൈനിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്രോക്സിമേറ്റ് കുറേ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടോൾ വെട്ടിച്ച് ഇതിൽ തന്നെ കേട്ടോ പോകണേ. ട്രക്കുകളും അതുപോലെ സംഭവങ്ങളും. ഇവരുടെ ഒരു മെയിൻ പ്രത്യേകത, എല്ലാ റോഡിന്റെ സൈഡുകളിലും ഈ മരം ഉണ്ടാവും കേട്ടോ. അതൊരു വമ്പൻ ഫീലിംഗ് അല്ലേടാ. ഇതെന്തോ ഫാമിങ്ങിന്റെ എന്തോ ഓഫീസാണ്. ചൈനയിൽ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമവീതിയിൽ കൂടിയാണ്. ഈ ഗ്രാമവീതിയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് ഗ്രാമം കേട്ടോ. എല്ലാ കൃഷി ഏരിയയിലേക്കും വെള്ളം എത്തുന്നു. നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിയേ. സാധാ നമ്മുടെ സ്ഥലം പോലെ അല്ല, ക്ലീൻ പോലത്തെ സ്ഥലം. അത് ഫാമിംഗ് ആണ്, ഫുള്ള് ഫാമിംഗ് ആണ്. മോഡേൺ രീതിയിലുള്ള എന്തോ കൃഷിയാണ്. പിന്നെ പലതരം കൃഷി, ഒരു സൈസ് കൃഷിയല്ല. ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഫുള്ള് കൃഷിയാണല്ലോ. അവന് എത്ര കിലോമീറ്റർ ആയിരുന്നു അത്? എനിക്ക് തോന്നുന്നത് കമ്പനിയാണ് എനിക്ക് തോന്നുന്നത് ഇവനെ. അവർ ഫസ്റ്റ് ഓയിൽ ഫില്ലിംഗ് ഡേ ഇവിടെ നിന്നാണ് നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യേണ്ടത്. ഭയങ്കര തിരക്കാണല്ലോ ഈ പമ്പില്. ഭയങ്കര തിരക്കാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലുള്ള കൊമേഴ്ഷ്യൽ പമ്പ് ഇതായിരിക്കും ഇവിടെ. ആയിരിക്കും അല്ലേ? അതായിരിക്കും സംഭവം കേട്ടോ. ഓ ഗൈസ്, ഫൈനലി ടാക്സി ഇറങ്ങി കേട്ടോ. എന്തിനായിരിക്കും ടാക്സി ഇറങ്ങിയത്? എണ്ണ അടിക്കണം എന്തായാലും കേട്ടോ. എന്റെ വണ്ടിയിൽ എണ്ണ നന്ന കറക്കി തിരിച്ച് ആ വണ്ടിയുടെ ബേക്കിൽ കൊണ്ടുവെക്ക്. എന്തിനാ ഇവിടെ വെക്കുന്നേ? ഇത്രയും ദിവസം ഇല്ലാത്ത പുതിയ റൂൾ വന്നിട്ടുണ്ട്. അതായത് കാർ നമ്പറും ഡ്രൈവിംഗ് ലൈസൻസും വേണം പോലെ എണ്ണ അടിക്കാൻ. ഇവിടെ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇത്രയും ദിവസം നമുക്ക് എന്തെങ്കിലും ഇളവ് കിട്ടിയതായിരിക്കും. മിസ്റ്റർ താൻസി കിതർ പത്താ നെയ്യേ സാഹിബ് കാ പീച്ച ജായകാനാ ടാൻസി കിതറേ. ഹൈലക്സിന്റെ വേറൊരു സാധനം കേട്ടോ. അതെ സെയിം സാധനം. എൻ്റെ പൊന്നെ ടയറ്റ് ഹൈലക്സ് പോലെ തന്നെ ഇരിക്കുന്നു. എങ്ങനെ ഇവർക്ക് കോപ്പി ഉണ്ടാക്കാൻ പറ്റുന്നു? ഹായ് ഹായ് ഹായ്സ്. ഞാൻ പോയിട്ടെ ഈ സാധനം കൊടുക്കട്ടെ കേട്ടോ. എങ്കിലേ എണ്ണ കിട്ടുള്ളൂ തോന്നുന്നു. രജിസ്ട്രേഷൻ അതാണ് സംഭവം. എന്നിട്ട് എണ്ണ അടിച്ചു തരുമെന്ന്. ഞാൻ ആ സമയം കൊണ്ടേ ഒരു കീച്ചിട്ട് വരാം കേട്ടോ. ഗായ്സ് നോക്കിയേ, നമ്മുടെ നമ്പർ പ്ലേറ്റും ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ ഐഡിയും ഗൈഡിൻ്റെ ഐ ഡി ഇല്ലാതെ ഇവിടുന്ന് എണ്ണ കിട്ടൂല കേട്ടോ. ആദ്യമായിട്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതാകുന്നത്. സാധാരണ നമ്മളെല്ലാ രാജ്യത്തും പോയി സാധാരണ നോർമലി എണ്ണ അടിച്ചാൽ. പക്ഷേ ഇവിടെ അതൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മൾ ആ കാണുന്ന ലിസ്റ്റ് ഈ ചേച്ചിയുടെ കൈ കൊടുത്തു. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റും കാണിച്ചു കൊടുത്തു, ലൈസൻസും കാണിച്ചു കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു. എന്നാൽ മാത്രം എണ്ണ കിട്ടുള്ളൂ. നമുക്ക് 0 കേട്ടോ അടിക്കേണ്ട. 0 ഏറ്റവും ലോക്കൽ എണ്ണാന്ന് പറഞ്ഞാൽ 0. നമ്മുടെ വണ്ടിക്ക് അത് മതി. ഓ ഗായ്സ് ഫൈനലി ആ സാധനം കാണിച്ചു. അത് എത്ര ലിറ്റർ അങ്ങനെ എന്താ നമുക്ക് ഇഷ്ടം പോലെ അടിക്കാം. അതിന് മുന്നേ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അവസാനം ഈ ടൗണിലോട്ട് വരുമ്പോഴാണ് ആ പ്രശ്നം ഉള്ളത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്ന് റൗണ്ട് ആക്കാൻ വേണ്ടി അടിച്ച് നിലത്ത് കളയില്ല കേട്ടോ. ആ കാര്യത്തിൽ ഒരു ടീക്ക് കേട്ടോ. 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ 1 ലിറ്റർ 1/2 ലിറ്റർ ഒക്കെ ചില സമയത്ത് അടിച്ച് പുറത്തു കളയും ഈ പൈസ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗായ്സ് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടോ. നമ്മുടെ വണ്ടി വന്ന് നോക്കുന്നതൊക്കെ ലെഫ്റ്റും റൈറ്റും അങ്ങനെയുള്ള കേട്ടോ. ഓ ഗായ്സ് ഇവിടുത്തെ ട്രാക്ടർ നോക്കി എന്ത് രസമാണ് കേട്ടോ. പൈസ കൊടുക്കുന്നത്, പൈസ കൊടുത്തു ഇതും വരും കേട്ടോ. എത്രയാണെന്നുള്ളത് ലിബി ഇറങ്ങിക്കഴിഞ്ഞറിയാം. യൂറോപ്യൻ അതുപോലെ തന്നെ മലേഷ്യൻ ആ ഒരു രീതി കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഇവിടെ ഒരൊറ്റ പെട്രോൾ പമ്പേ ഉള്ളൂ കൊമേഴ്ഷ്യലി. അതായിരിക്കും ഇത്രയും തിരക്ക്. എൻ്റെ പൊന്നെ. പിന്നെ ജോൺസൺ ടൈംസോ ഇത് വലിയൊരു ഫോറിൻ കമ്പനി കേട്ടോ ട്രക്കിൻ്റെ. കാലക്ക സാധനം. നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ ട്രാക്ടറാണ്, മറ്റേ കൃഷിഭൂമി പണിയെടുക്കുന്നത്. നമ്മുടെ വണ്ടി ഈ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തോന്നുന്നു. ഇനിയിപ്പോൾ എണ്ണ അടിക്കാൻ നേരത്ത് വേണ്ടെന്ന് തോന്നുന്നു. ലൈസൻസും എപ്പോഴും സാധനം കാണിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ എന്തായാലും വണ്ടി മാറ്റി കൊടുക്കട്ടെ കേട്ടോ. കാരണം അവർ രണ്ടുപേരും കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഇത് എന്നതായത് കരിങ്കല്ലോ ഇത് നോക്കിയേ.
അജാനമാവും കേട്ടോ. വന്നാലും ഇവർ ഞങ്ങളോട് ഫോട്ടോ എടുക്കും കേട്ടോ. അത് ഇവരൊരു മെയിൻ സെറ്റപ്പാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു. ആ സെൽഫി സംഭവം സെറ്റപ്പാട്ടോ. ഇവിടെ കാണാത്ത ഒരു തരം ഒപ്പോടെ ഫ്ലിപ്പ് ഫോൺ കേട്ടോ. പക്ഷേ 6500 രൂപ എങ്ങാനും ഇതിന് പറഞ്ഞു കേട്ടോ. ഫ്ലിപ്പ് ഫോൾഡാ. 1,00,000 മേളിലായി. 1,00,000 മേളിലായി. ആണോ? നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ല കേട്ടോ. ഇത് ആരുടെ കയ്യിലിരിക്കുന്നത്? പുള്ളിയുടെ കയ്യില് അല്ല, ആ ടാറ്റ ഇരിക്കുന്ന ആളുടെ കയ്യില. പുള്ളി ഓടിക്കുന്ന ട്രാക്ടർ കേട്ടോ. അതാ എന്നെ തെറി പറയാത്ത കേട്ടോ. ഞാൻ മാത്രം ഒന്നും വണ്ടി മാറ്റിയിട്ടില്ല അല്ലേ. ഇതെന്നാ പെട്രോളിന്റെ പരസ്യോ കളിക്ക് കേട്ടോ. നോക്ക്, ഒരു വലിയ കോമഡി നടന്നു കേട്ടോ. അതായത് രാവിലെ അവിടെ ഒരുത്തിന് അടിച്ച് പൂസായതുകൊണ്ട് ആ പാർക്കിംഗ് പ്ലേസിൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല. എൻ്റെ പൊന്നെ. എന്നിട്ട് ഇവിടെ ബാത്റൂമിൽ പോയപ്പോൾ ഞാനിരിക്കുന്നു, തൊട്ടപ്പുറത്ത് പപ്പു ഇരിക്കുന്നു. പപ്പു ടോയ്ലറ്റ് പേപ്പർ എടുക്കാൻ പറഞ്ഞുണ്ട്. എൻ്റെ അടുത്ത് 2 പീസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കാൽ പ്ലീസ് ചെയ്യാറ് ഫുള്ള് കോമഡി ആയിപ്പോ കേട്ടോ. നമ്മളെ തൊട്ടപ്പുറം പിന്നെ പോലീസ് ഗൈസ് നോക്കൂ, നമ്മൾ തൊട്ടപ്പുറം പോലീസ് പോട്ടെ. പോലീസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇതൊക്കെ കൃഷി അതുപോലെ സംഭവമാണ്. ഇതെന്തോ ചൈനീസ് ടിബറ്റിൽ എന്തോ ഒരു അഡ്വർടൈസ്മെൻറ്റ്. അവിടെയൊക്കെ എന്തൊക്കെയോ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഫുള്ള് വേറൊരു ലെവലല്ലടാ. അതെ, ഗ്രാമമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഭയങ്കര ഇതാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ രാജ്യം ഈ രാജ്യമായിട്ട് കമ്പയർ ചെയ്യില്ല. നമ്മുടെ രാജ്യം വേറൊരു രീതിയാണ്, ഇത് വേറൊരു രീതിയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് നമുക്ക് എപ്പോഴും വേറൊരു തലം തന്നെയാണ്. നമ്മുടെ മദർ കൺട്രിയാണ്. അതെപ്പോഴും എന്താ പറയുക, അത് ഇതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറേ വ്യത്യാസമുണ്ട് കൾച്ചറും എല്ലാ രീതിയിലും. എനിക്കെപ്പോഴും എൻ്റെ രാജ്യത്തോടാണ് ഇത് കൂടുതൽ. നിനക്ക് അങ്ങനെ തന്നെ കഴിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും എണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണ അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും കേട്ടോ. വണ്ടികളിലൊക്കെ ഇവിടെ കേട്ടോ സ്റ്റിയറിങ്. നമ്മുടെ നേരെ ഉൾട്ട അപ്പുറത്താണ്. ഇതുണ്ടോ ഈ പോലീസുകാരനൊക്കെ കയറി നോക്കി കുറേ സംസാരിച്ചു. ഭയങ്കര സന്തോഷമായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട കേസുള്ളൂ. ബാക്കിയുള്ളവരുടെ പേയ്മെൻറ്റും അതുപോലെ സംഭവിക്കുന്നുണ്ടോ. താങ്ക്സി അവിടെ നിന്ന് ബാക്കി എന്തൊക്കെയോ കാര്യങ്ങളും സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിന് ശേഷം നമ്മളിവിടുന്ന് നേരെ പോകുന്നു കേട്ടോ. ഇവർ വന്ന് നമ്മുടെ വണ്ടി കൊട്ടി നോക്കേ. എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇവരുടെ വണ്ടിക്ക് ഇത്ര കട്ടിയില്ല കേട്ടോ. ഇന്ത്യൻ വണ്ടിക്ക് ഭയങ്കര കട്ടിയാണ്. അതെപ്പോഴും ഇവർ പറയുന്നുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, BS-ലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി ഉണ്ടാവില്ല. ഇത് പഴയ B4 ആയതുകൊണ്ടുള്ള ഇതാ അടിപൊളി സെറ്റപ്പ്. നമ്മുടെ നാട്ടിൽ ഇന്നോവ പോലെയാണ് ഇവിടെ ലാൻഡ് ക്രൂസർ പാടം കേട്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ ഇന്നോവ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ. അല്ലേ ഈ സാധനം കണ്ടിട്ട് പുതിയൊരു ഓർണം മേടിക്കാൻ അതിനാ നല്ല രസമല്ലേ അത്. ലാംഗ്വേജ് നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റും. ചിലപ്പോൾ ഞങ്ങൾ എടുക്കും കേട്ടോ. ആ പോലീസുകാരനല്ലേ, പുള്ളി കിട്ടിയ മനുഷ്യനാണ് കേട്ടോ. പുള്ളി വീഡിയോ എടുക്കാൻ മാറി പോയി. പുള്ളി അങ്ങനെ ഞങ്ങളോട് ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. പുള്ളി മാറിപ്പോയി. എൻ്റെ എടുക്കരുത് ഞങ്ങളൊരു ആംഗ്യത്തിലുള്ള പറഞ്ഞു. പുള്ളി എൻ്റെ വണ്ടിക്കുള്ളിലെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തുണ്ടല്ലോ പുള്ളിക്കാരന് ഇന്ത്യ എന്നുള്ള കാലിൻ്റെ അടി വിണ്ട് കയറുമ്പോൾ തേക്കുന്ന ഉത്തരാഖണ്ഡിൽ നിന്ന് മേടിയതാ ഒരു മെഡിസിൻ ഇത് കാണിച്ചു. പുള്ളി അതാ തേക്കുന്നത്. അടിപൊളി സാധനമാണ്. ഇന്ത്യയിലെ സാധനം അടിപൊളിയാണ്. ഇവർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് ഭയങ്കര സ്നേഹം കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. പോലീസായാലും എന്തായാലും പിന്നെ എവിടെ നമ്മുടെ വണ്ടി നിർത്തിയാലും അവിടെ പോലീസുകാരുണ്ടാവും. അത് നിരീക്ഷണമാണോ എന്താണെന്ന് നമുക്കറിയില്ല. യെസ്, വണ്ടി വന്നു കേട്ടോ. നമുക്ക് എടുക്കാം. ഫൈനലി ഞാൻ വണ്ടിയെ കയറി. വണ്ടി എടുക്കുക കേട്ടോ. ഈ ഒരിക്കലും നമ്മുടെ ഈ പിന്നെ RC ബുക്കും ലൈസൻസും കളയരുത്. എണ്ണ കിട്ടൂല. ഗൈസ് ഇവിടുത്തെ പോലീസുകാർ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. പുള്ളി അവിടുത്തെ നമ്മുടെ അവിടെ ഉത്തരാഖണ്ഡിൽ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് തേക്കുന്ന കാലി വിണ്ട് കയറുന്നതിന്. പുള്ളി പറഞ്ഞ സൂപ്പറാന്ന് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലെ അങ്ങാടിക്കട പോലത്തെ ഒരു ടൗൺ ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന കേട്ടോ. ഇതുണ്ട് ഒരു ഇത് വരുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ദിവാക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറ ആണ് ഏറ്റവും കൂടുതൽ കേട്ടോ. കായ്സ് ഇങ്ങോട്ടും ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഫുൾ ആ ചൈനീസ് ലെറ്ററും പിന്നെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടെ എന്തോ പിന്നെ ഒരു രീതിയിലോ ഇത് പണിയാവുന്ന അങ്ങനെ എന്തോ റൂൾ ഉണ്ടെന്ന് തോന്നുന്നു. അത് വിദേശ പോലെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെയാണല്ലോ. കാണുന്ന ബൈക്കറില്ലേ ഒഡീഷക്കാരൻ, പുള്ളിക്കാരനുണ്ടല്ലോ. പുള്ളിക്കാരന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ആ ഗ്രൂപ്പില്ല, മറ്റേ അഡ്വഞ്ചർ ഓവർലാൻഡ്, അതിൽ പോകാനുള്ള പരിപാടി വിഷയം. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കിക്കോട്ടെ ഗ്രാമവീഥികൾ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തണുപ്പായതുകൊണ്ട് എല്ലാം ഉണങ്ങിയിരിക്കുക. തണുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആപ്പിളിന്റെ ഏരിയ കേട്ടോ. നേപ്പാളിൽ നിന്നൊക്കെ വണ്ടി വരും ഇവിടുന്ന് ആപ്പിൾ എടുക്കാൻ വേണ്ടി. കിട്ടലിന് ആപ്പിളെ പോലെ ഇവിടുത്തെ നല്ല മുഴുത്തിരിക്കും. ഇപ്പം ഗൈഡ് ഞങ്ങളാട്ടോ. അതായത് സൂണപ്പന്മാരെ ഞങ്ങൾ അടിച്ചിട്ട് ഫ്രണ്ടി വന്നു. അപ്പൊ നമ്മൾ മുമ്പ് കോപ്പുമില്ല കേട്ടോ. അല്ല തിരിവില്ല പേടിക്കണ്ട. ദൈവത്തിനറിയട്ടെ പെതിയെ ഉരുട്ടുവാ ഞാൻ. അല്ല ബേക്കത്തെ വണ്ടികളെല്ലാം നമ്മളെ പ്രാഗം കേട്ടോ ഇവിടെ ഉരുട്ടി കഴിഞ്ഞാല് നോക്കൂ. ഞങ്ങൾ ഈ വണ്ടീനെ അടിച്ചിട്ടിട്ട് കയറിപ്പോയതാ കേട്ടോ. ഞങ്ങൾ അവർ മുമ്പിച്ചു കളഞ്ഞു. അവർ കയറിയിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒതുക്കി കൊടുക്കേണ്ടി കേട്ടോ. വീണ്ടും ഞങ്ങൾ കയറുവാണ്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇവന് 240 കിലോമീറ്ററും ഇതേപോലത്തെ റോഡുകളിൽ കൂടെ ഒരിക്കലും കേറൂല. നല്ലൊരു
ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ബൈക്കിനാണ് ഏജന്റിനോട് പ്രത്യേകം പറയാം. അതായത് ലിവിൻ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ബൈക്ക് കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൈക്കാന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം ആടിനെയാ, പശുവിനെ അല്ല, ആടിനെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ വലിയ ജനവാസ മേഖലയായിട്ട് കാണുന്നില്ല കേട്ടോ, വലിയ തിരക്കില്ല. ഈ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴല്ലോ ഇന്റർനെറ്റ് നമുക്ക് 4G ഒന്നും കിട്ടുന്നില്ല കേട്ടോ, 3G ഇല്ല, 2G കിട്ടുന്നത്. അതായത് വലിയ ബ്രൗസിംഗ് സെറ്റപ്പ് ഒന്നും നടക്കില്ല കേട്ടോ ഈ ഗ്രാമവീതികളിൽ. നമ്മൾ നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് ഇഷ്ടം പോലെ ചെറിയ ട്രാക്ടറുകൾ, അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്ക് ഓരോ സംഭവമായിട്ട് ആൾക്കാർ പോകുന്നത്. ആ സെയിം സെറ്റപ്പ് ചൈനയിലും ഉണ്ട് കേട്ടോ. പക്ഷെ ആൾക്കാർ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇവരോട്. കാരണം ഇവർ അധ്വാനിച്ചിട്ടാണല്ലോ മറ്റു പല സ്ഥലങ്ങളിലേക്കും കൃഷി സാധനങ്ങളും മറ്റും എത്തുന്നത്. ഭയങ്കര റെസ്പെക്ട് കേട്ടോ. ഹോണൊന്നും അടിച്ച് ഉറപ്പിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇവര് പോകുമ്പോഴാണ് എല്ലാ വണ്ടിക്കാരും സൈഡ് കൊടുക്കും. ഇവര് പോകുമ്പോൾ എല്ലാ വണ്ടിക്കാരും ഒതുക്കി കൊടുക്കും, സൈഡ് കൊടുക്കും, ഇതെല്ലാം നിർത്തി കൊടുക്കും. ഏതൊക്കെ ടൈപ്പ് ട്രക്കാണ് പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നോയ്ക്ക് അവര് നേരെ കൃഷിഭൂമിയിലേക്ക് കയറുക കേട്ടോ. 2 പേരുണ്ട്, ഒന്നൊരു ട്രാക്ടറും പിന്നെ ഇത് ഇലക്ട്രിക്കലാട്ടോ. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫുള്ള് പച്ചപ്പ് തുടങ്ങിയില്ല ഇവര്. അതായത് കൃഷി ഇട്ടാലും ലെവലായിട്ടല്ലോ ഇവന്. അതായത് ഈസൈഡുണ്ടോ ഫുൾ എന്തൊക്കെയോ വിതച്ചത് ലെവലായി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പോകാൻ നേരത്തെ വ്യത്യാസം. ഗൈസ്, ചൈന എന്ന് പറഞ്ഞ വലിയൊരു രാജ്യം കേട്ടോ. കുറേ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. എൻ്റെ ശരിയാണ്, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, വിയറ്റ്നാം, പിന്നെ അതേപോലെ തന്നെ കുറേ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഈ ചൈന. കുറേ കിലോമീറ്റർ കഴിയുമ്പോൾ ഇതുപോലെ പോലീസ് പോസ്റ്റുകളുണ്ടാവും കേട്ടോ. ഇത് ടോളല്ല, പോലീസിന്റെ ചെക്ക് പോയിന്റ് ആണ്. ചിലപ്പം നമുക്ക് ഇവിടെ എൻട്രി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഗൈസ്, ഫൈനലി എല്ലാ വാഹനങ്ങളും ഒതുക്കിച്ചു കേട്ടോ. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുത്തു. ബാത്റൂം ടോയ്ലറ്റ് പോകണ അവിടെ പൊക്കോളെ പോണ്ടല്ലോ. ഗൈസ്, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം എൻട്രി കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഈ കാണുന്ന റൂട്ടിലേക്ക് ഇനി വിടുകയുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ കേട്ടോ. ഗൈസ്, നമുക്കിനി റെസ്റ്റ് ആട്ടോ. എൻട്രി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകാൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ, ആർമിയുടെ പോസ്റ്റ്, കസ്റ്റംസിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ ഉടായ്പും പരിപാടി ഒന്നും നടക്കൂല കേട്ടോ. പക്ക എങ്ങനെയാണോ അതേപോലെ അല്ലാതെ പിന്നെ അതെ, നമുക്ക് റെസ്റ്റ് ചെയ്താൽ മതി. ഒരു പോലീസുകാരൻ്റെ കയ്യിലുള്ള ടൂൾസ് അത് അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അതിനെതിരെ അപ്പീൽ പോവും. പിന്നെ എന്താ പറയുക, ആ ഒരു സാധനങ്ങളൊക്കെ നിർത്താൻ പറയും. എന്തായാലും പോലീസുകാരുടെ അടുത്ത് ക്യാമറ വേണം. ഒന്ന് സത്യം കേട്ടോ, നമ്മൾ അപമര്യാദയായി പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്, അവര് അപമര്യാദയായി പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് മോശമാണ് അല്ലേ. ഗൈസ് നോക്കൂ, സത്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എന്നാ ചൂടാന്നും പറഞ്ഞല്ല എടുത്ത് ഊറി കളഞ്ഞു. ഗൈസ്, ഇന്ന് 400 കിലോമീറ്റർ ഉണ്ട്. എന്നെ ഷെയർലി പറ്റിച്ചേട്ടോ. അവള് പറഞ്ഞു 240 ഉള്ളെന്ന്. ഗൈസ്, ഈ സാധനം ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ നോട്ടിട്ടാട്ടോ. ഇവരുടെ സിസ്റ്റത്തിൽ നമ്മൾ കയറി, ഇവരുടെ സിസ്റ്റത്തിൽ കയറിയതുകൊണ്ട് ഒരു ഉടായ്പ നടക്കൂല. അതുകൊണ്ടോ ഇതിൻ്റെ അകത്തെല്ലാം ചൈനീസ് ലാംഗ്വേജ് ആണ്, മൊത്തം ചൈന. ആകെ ഈ കാണുന്ന DO510 ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ബാർകോഡ് വരെ ഉണ്ട് കേട്ടോ. ബാർകോഡ് ടെക്നോളജി ആട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ ചൈനയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സംവിധാനം, വേറെ എവിടെയില്ല. കംബോഡിയ സ്പെഷ്യൽ അടിച്ചെന്ന് ഓർമ്മയുണ്ടോ? കംബോഡിയ RC അല്ലേ, RC അടിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഗൈസ് നോക്കൂ, ഞങ്ങള് പിന്നെ അറിഞ്ഞതില് തായ്ലൻഡിൽ വേണ്ട കേട്ടോ, പിന്നെ മ്യാൻമറിലൊന്നും വേണ്ട, കാർനെറ്റ് ഇവിടെ കാർനെറ്റ് വേണ്ട കേട്ടോ. മിസ്റ്റർ ഷേർലി ചിരിച്ചോണ്ട് വരുന്നുണ്ട്. ഇന്നലെ അവൾ എന്നോട് പറഞ്ഞത് 250 കിലോമീറ്റർ ഉള്ളതാട്ടോ. അവൾ ചിരിച്ചോണ്ടതാ വരുന്നു. ഷേർലി ഇവളാണ് ഇന്നലെ എന്നോട് പറഞ്ഞത് ആകെ 200 സംതിങ് പഞ്ഞി. ഷേർലി മുങ്ങി. ഷേർലിക്ക് ഭയങ്കര ഷൈനി കേട്ടോ ക്യാമറ. ഗൈസ്, ഇനിയിപ്പം വണ്ടി എടുത്തു. ഷേർലി, ഹൗ മച്ച്? 255. നോ reaching place, yeah, here to that place, yeah. Guys, ഇനി 250 കിലോമീറ്റർ. അപ്പോൾ ശരിക്കും ഓടിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കലൊക്കെ രാവിലെ ഞങ്ങളൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴിക്കണം, വൈകുന്നേരം കഴിക്കണം. നല്ല സ്ഥലം കിട്ടിയാൽ രക്ഷപ്പെട്ടു കേട്ടോ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുത്തു. ഞാൻ വിചാരിച്ചത് 240 കിലോമീറ്റർ. അവൾ അങ്ങനെയാട്ടോ എന്നോട് പറഞ്ഞേ. പക്ഷെ ഇപ്പൊ അവള് പറയാ ഇനി 250 കിലോമീറ്റർ ഇനിയുണ്ട്. അന്നപ്പോ 400 സംതിങ് കിലോമീറ്റർ ഓടാൻ പപ്പു പറഞ്ഞ് കറക്റ്റാ. പപ്പുനെ എന്നിട്ട് തെറിയും വിളിച്ചു, പോടോ നുണ പറയില്ലടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വളപുളാന്ന് കിടക്കുന്ന ഈ കാണുന്ന റോഡിലൂടെ ഞങ്ങള് നേരെ ഫ്രണ്ടിലേക്ക് പോകാം. റോഡിന്റെ അപ്പുറമൊക്കെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടാക്കുന്ന സംവിധാനങ്ങളാട്ടോ കാണുന്നത്. ആൾതാമസമൊക്കെ വളരെ കുറവാണ്. ഈ റോഡിൽ കൂടെ പോയാൽ എന്ത് രസമല്ലേ. ഇനി ഞങ്ങളുടെ ഏജന്റ് സുഗുണം വിചാരിക്കണം എവിടെ നിർത്തണം വേണ്ടതെന്നുള്ളത്. സുഗുണം നിർത്തിയാൽ നിന്നു. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കാർ കേട്ടോ പോകുന്നത്, ചൈനീസ് മാനുഫാക്ചർ ആട്ടോ. അത് നമ്മളീ പോകുന്ന വഴിയുണ്ടല്ലോ, നല്ല കിടിലം പുഴകളാട്ടോ. നല്ല തീർന്നു സ്ഥലം എന്ന് വെച്ചാൽ സത്യം കേട്ടോ.
നമ്മുടെ ഓരോ വണ്ടികളായിട്ട് പാസ്സായി പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരത്ത് ഒരു ഇമ്മിനി സ്ലോ ആണ്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം ശരിയാക്കി തരാം. ചൈന എവറി ടൈം കെയർഫുൾ ദിസ് ഷിപ്പ്. ഗൈസ് നോക്കൂ, ഈ ആട്ടും കൂട്ടത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തുള്ളിച്ചാടിയാണ് അവന്മാർ കണ്ടോ കിടക്കുന്ന നോക്കി. എന്ത് രസമല്ലേ ഇവന്മാരെ കാണാൻ. എന്റെ പൊന്നെ, 1 2 എന്നൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് എന്തോരാന്ന് നോക്കി, അടിപൊളി. എന്റെ അമ്മ ഭയങ്കരമായിട്ട് നമ്മൾ കെയർഫുൾ ചെയ്യണം കേട്ടോ. ചറപറയാണ് കേട്ടോ ചാടുന്നത്. ചെറുതിനെ കാണാൻ എന്ത് രസമാണ്. നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ നടക്കുന്ന കാണാൻ വേണ്ടി. എന്തോ വേറെ തരം ഇനമാട്ടോ. ഒരു വണ്ടി അവിടെ നിർത്തി, ഒരു വണ്ടി അവിടെ തടഞ്ഞിട്ടാക്കോ. കേറ്റത്തിൽ തന്നെ എന്തിനാ അടി കൂടുന്നത്. ഗൈസ് ഞങ്ങളുണ്ടല്ലോ ഹെയർപിന് കയറിക്കൊണ്ടിരിക്കട്ടെ. എന്തോ ഒന്ന് സംഭവിച്ചു. ഐ ഡോണ്ട് നോ എന്താണ് എന്താണെന്ന് അറിയത്തില്ല. എന്തോ തെറി പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഫ്രണ്ടിലുള്ള അല്ല, പിന്നെ വണ്ടി നിന്ന് പോയതാ. വണ്ടി നിന്ന് പോയതാ. ആണോ? അവിടെ കല്ലെടുത്ത് വെച്ചാക്കുന്നു. ഇതാ ചെറിയ കല്ലെടുത്ത് വെച്ചാക്കുന്നു. ഓ എന്തോ സംഭവിച്ചോ സംഭവിച്ച. ഇന്ത്യയിൽ ഇവിടുത്തെ സിഗ്നൽ ഒന്ന് തന്നെ കല്ലും പുല്ലും. നമ്മളെന്തോ ഒരു പടമണ്ടാരും താഴോട്ടുള്ള വ്യൂ നോക്കിയേ. കീട്ടിലും വ്യൂ എന്ന് വെച്ചാൽ കീട്ടിലും വ്യൂ. അങ്ങനെ ഫൈനലി ഏതൊരു കയറ്റം കയറും കേട്ടോ. എന്തോ ഒരു സംഭവം ഉണ്ട്. ചൈനയുടെ ഒരു മെയിൻ പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഷാർപ്പ് കോർണറുകൾ ഉണ്ടാവും കേട്ടോ. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ചൈനയുടെ പല മേഖലയുണ്ട് ഇതേപോലത്തെ ഹെയർ പിൻ റോഡുകൾ. പക്ഷേ റോഡ് നല്ലതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കേറി നമ്മൾ വളയുന്ന നോക്കിയേ. എന്റെ പൊന്നെ, പിന്നെ വരാൻ നേരത്തെ റോഡ് നോക്കിയേ. കിടന്നോടിക്കാൻ പറ്റുള്ളൂ, വേറെ മാർഗില്ല. വന്ന റോഡ് നോക്കിയാൽ താഴോട്ട്. റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോഡിൽ കൂടെ നമ്മള് കേറി വന്നാക്കുന്നത്. എന്റെ പൊന്നെ നോക്കിയാലും പിന്നെ എന്നെ ഇത് ബ്ലൂ കളറിലുള്ള തടാകം. തടാകം അല്ലടാ, ഇത് ഡാമാ. ഡാം ഇതന്നെ ഇങ്ങനെ വന്നാക്കുന്ന ബ്ലൂ കളർ. നിർത്താഞ്ഞ് നമ്മുടെ കൊണസപ്പിന് സമയം പോയെന്നാണ് പറയുന്നത്. ഇത്ര തീർ സ്ഥലമായിരുന്നു കേട്ടോ. ഇതന്നെ നിർത്താൻ അത് മോശമായി കേട്ടോ. അതിന് നിർത്ത്. ഓ ഗൈസ്, അടിപൊളി സ്ഥലം. എന്താ ലുക്ക് നോക്കി, മാരക ലുക്ക്. എന്റെ ഗൈസ്, ഞാനൊരു മിനിറ്റ് ഇവിടെ നിർത്തിട്ട് കേട്ടോ. നല്ല തീർ സ്ഥലം കേട്ടോ. നോക്കിയേ, ഡാമാണ്. ഞങ്ങളുടെ ഗൈഡ് കൊണസനപ്പൻ ഇവിടെ നിർത്തിയില്ല കേട്ടോ. ഓഹ്, തീർ ലുക്ക് നോക്കിയേ ഗൈസ്. നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ ഈ ഡാം. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവരുടെ മെയിൻ വൈദ്യുതി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. കാണുന്ന ഡാമിന്റെ സൈഡിൽ കൂടെ ഈ കാണുന്ന വഴി ഉണ്ടോ, ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്കിനിയും താണ്ടി മുഴുവനാണത് അല്ലേ അങ്ങ് പോണം കേട്ടോ. പോകുന്ന സൈഡ് ഫുള്ള് ബ്ലൂ കളർ കേട്ടോ. ഭയങ്കര ലുക്കാണ്. നമ്മുടെ ഇന്ത്യയിൽ മേഘാലയ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഈ പ്രതിഭാസമുണ്ട്. ഇതേപോലെ വെള്ളം ബ്ലൂ കളർ നിൽക്കും. ഇവരൊരു മെയിൻ പ്രത്യേകത ഇവർ കറണ്ട് വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കറണ്ട് വിൽക്കുന്ന രാജ്യമാണെന്നാണ് മിസ്റ്റർ ലിബിൻ അവകാശപ്പെടുന്നത്. ചൈന ഏറ്റവും കൂടുതൽ കറണ്ട് വിൽക്കുന്ന രാജ്യത്തിലെ ഒരു രാജ്യമാണ് ചൈന. ഇനിയിപ്പോ ആ കാണുന്ന വഴികളിൽ കൂടിയാണ് പോകേണ്ടത്. നമ്മുടെ സുഗുണം നിർത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ സുഗുണന്റെ എന്തു പറ്റി ഗൈസ് നോക്കൂ, ഫൈനലി സുഗുണം നിർത്തി കേട്ടോ. സുഗുണം നിർത്തിയത് കൊണ്ട് ഞങ്ങളും വണ്ടി ഇവിടെ നിർത്തി. ഞങ്ങൾ മ്യൂസിക്കൊക്കെ ആയിട്ട് കലക്കി കേട്ടോ വന്നേ. ഇതിന്റെ പോയിന്റ് ആയിരുന്നു കേട്ടോ. ഓ, ഞാൻ മിസ്റ്റർ ടാക്സി ആയിട്ടും ചോദിക്കട്ടെ. ടാക്സി, വാട്ട് ഈസ് ദിസ് നെയിം? This one is Simila Pass. Simila Pass. 4,300 meter. And that one is no lake. Used for the water power station. For the electric. Electric. നമ്മൾ പറഞ്ഞൊക്കെ ഏകദേശം കറക്റ്റ് കേട്ടോ. ടാക്സി പറഞ്ഞു ഓ ഗൈസ് നോക്കൂ, നമ്മളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ പല പല സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലക്കി. സോറി, അതിനെ കൊടുക്കാൻ. അമ്പോ, ഇത് പവർ സ്റ്റേഷൻ കേട്ടോ. പവർ സ്റ്റേഷൻ. എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. തെറിയാണെങ്കിലും കുഴപ്പമില്ല, ഭാഷ അറിയത്തില്ലോ. എൻ്റെ അമ്മോ. ഓ, ഇത് ലേക്കല്ലടാ എടാ. അതിനാ എൻ്റെ ഷൂ ഇറങ്ങിപ്പോയോ? ബഹുമാനമൊന്നും വേണ്ടടാ. ഇത്രയും ബഹുമാനമോ? ഇനി കാലവരി അടിക്കുമോ? അയ്യോ ഗൈസ്, 4000 സംതിങ് മീറ്റർ ഉയരമുള്ള ഒരു പവർ സ്റ്റേഷൻ. അതായത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് മറ്റെന്തോ കുഴലിൽ കൂടെ വെള്ളം വിട്ടിട്ട് അങ്ങനെ എന്തോ സെറ്റപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പവർ പ്ലാന്റിനും കൂടി അത് ആണോ? ശരി ആയിരിക്കാം കേട്ടോ. ലിം പറഞ്ഞ വളരെ ശരിയായിരിക്കാം. കഴിച്ച് എന്തായാലും ഞങ്ങൾ നേരെ പോവാണ്. ഇവിടെയൊക്കെ എന്തോ പൂജാകർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. എന്താ പൊന്നെ, ഇവിടെ വീശുന്നത് 13 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെയാണ് കാറ്റ് വീശുന്നത്. ഇവിടുന്ന് ഒരു കാരണവശാലും ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും ചെയ്താക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പിന്നെ പോയിട്ടോ. ഇല്ലില്ല, അവൻ്റെ ജീവിതം അതോടെ പോയിട്ടോ. എൻ്റെ പൊന്നെ, ഇത് വെമ്പൻ സെറ്റപ്പാട്ടോ. ഇതെങ്ങനെയാ കിടക്കുന്നത് നോക്കിയേ.
പല ആംഗിളായിട്ട് ഇതിങ്ങനെ കിടക്കും കേട്ടോ. രാജേഷ് സാർ, വേൾഡ് ഹയസ്റ്റ് പവർ പ്ലാന്റേഷൻ. അതെ, ക്യാമ്പറുകൾ പോന്നു നോക്കിയേ, ചൈനീസ് ക്യാമ്പേഴ്സ്. ഓ, എന്തൊരു കാറ്റാ കർത്താവേ. നാളെ തന്നെ ഞങ്ങൾ മൈക്ക് മേടിക്കും കേട്ടോ. നോ ടെൻഷൻ. ഞങ്ങൾ നാളെ മൈക്ക് മേടിക്കും. മൈക്കെല്ലാം പാർന്ന് നോക്കിയേ. യാ, വിൻഡ് ഈസ് 20-25 നൗ. ഐസി കാണുന്ന ഇതിലേക്ക് പോട്ടെ. പപ്പുവിൻ്റെ അടുത്ത് പോയാൽ കാലമാണ് ഫോട്ടോ എടുക്കാൻ പറ്റും. അതെ, ഇപ്പോഴേ പൊസിഷനിൽ നിന്നു. ഇതാണ് സംഭവം. ഞാൻ ഇത്രയും നേരം വീഡിയോ എടുക്കാത്ത ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മളെ മറിക്കുന്ന പോലത്തെ കാറ്റ്. ഇതുകൊണ്ടോ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ വന്ന് ഇങ്ങനെ ഈ കാണുന്ന സ്ഥലത്ത് നിൽക്കുന്ന കേട്ടോ. നീ അവളെ വിളക്കോണ്ടാ കൂട്ടുകാരി, ഇവൻ്റെ കൂട്ടുകാരി കേട്ടോ. ഇവൻ ഈ നാളേക്ക് സ്ഥലമൊന്നും കണ്ട, ഇവൻ കൂട്ടുകാരി കൊടുത്ത് പോയിക്കോട്ടെ. ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. കൂട്ടുകാരി എന്നാ പറയുന്നത് അല്ലേ? ഐസ് നോക്കൂ. അതായത് കൂട്ടുകാരി നമസ്കാരം പറഞ്ഞു. നാട്ടിൽ നീ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയും? നിനക്കാ പാവം കുട്ടിട്ടോ. ഐസ് നമ്മൾ ആ ഒരു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നത്. അങ്ങനെയാണോ? അല്ല. You can buy. What is this? What is this purpose? കാറ്റ് വരുമ്പോൾ ഇങ്ങനെ For പറപ്പിച്ചു good luck. How much money? 8 ringgit हो. परती विടുന്നേനോ? ओ सर एक परचेस करो, मैं परती विടാം. मुझे ഞാൻ परती വിട്ടെ. सर एक कॉम्प्लीमेंट्री दे दो. एक दे दो. एक सर परचेस करो सर. सर एक परचेस करो. 8 എത്രയാ? He's 10. എത്ര പറയുന്നത്? How much? 10. This 10. 1, 2, 3, 4, 5. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റാണ്. പപ്പു Sarkar too. No, Sar is paying WeChat, no problem. It's high setup. Sar is rich man. S class already in Dubai. നീ വർത്തിക്കോ. Guys, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകണേ. കുറെ വണ്ടികൾ മേടിക്കാൻ പറ്റണേ. വീഡിയോ ബനാരോ. വീഡിയോ अपन चारों मिलके ऐसा फेंक रहे जैसा देखो ഞാൻ മാറി കിട്ടി. കാലിലെടുത്ത് ശരിയാവില്ല കേട്ടോ. देखो നോക്കൂ കാണോ ഈ പ്രപഞ്ചം. Guys, ये देखो. Guys, ഇവിടുത്തെ എന്താ വിശ്വാസം കേട്ടോ. For good luck. Especially हमारा പുറത്ത് ഭയങ്കര കാറ്റാണ്. ഞാൻ ഓടി വണ്ടി കയറി. അവിടെ മഞ്ഞുണ്ട്. മഞ്ഞ് കാണുന്നതിന് 50 ചെയ്യാനും പിന്നെ എന്താ ലേക്കാണെന്ന് 60 ചെയ്യാനും തീരുമാനം എടുക്കുകയാണ്. നമുക്ക് നോക്കാം കേട്ടോ അവരെന്നാ പറയുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ നേരെ ഈ വഴിയാണ് പോകുന്നത്. ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് വന്നു കേട്ടോ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ. അതെ, ഫൈനലി നേരെ പോവാണ്. ഒരു മഞ്ഞ് കാണുന്നതിന് 50 ചെയ്യാൻ അപ്രോക്സിമേറ്റ് 600 രൂപ കേട്ടോ. ഇന്ത്യയിലൊക്കെ എല്ലാം ഫ്രീയാ. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ എക്സ്പെൻസീവ് ആട്ടോ. ഈ കാണുന്ന ലേക്ക്, ഇതിന്റെ ലേക്ക് ഉണ്ടോ, ലേക്ക് ഭാഗം. പിന്നെ കളർ മാറിയില്ലോ. കാലൊക്കെ സെറ്റപ്പ്. ഇനി അടുത്ത് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അല്ലേടാ, അതായിരിക്കും നല്ലത്. ഒരു തിട്ടിന്റെ മേളിൽ ഗ്രാമം നോക്കിയാലോ ഇതിനെ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. നമ്മളിപ്പോഴും ടിബറ്റ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ടിബറ്റ് സ്റ്റൈലുള്ള വീടുകൾ കാണുന്നത്. നമ്മൾ ടിബറ്റ് കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ചൈന ഡിഫറെന്റ്. ചൈനീസ് വേറെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഈ സൈഡിലൊക്കെ കൃഷി നടപ്പുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി സ്ലോ ആക്കിയിട്ട് നൈസായിട്ട് വണ്ടി നിർത്തും കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ കഴുതേനെയും അല്ല കുതിര കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുവാണ് കുതിരേനെയും കൊണ്ട് ഒരു സ്ഥലത്ത് മണ്ണ് ഉഴുത് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ മിഷനറികളും ഉണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ ആനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിയേ എൻ്റെ പൊന്നെ, കണ്ടോ? കുതിരേനെയും കൊണ്ട് പിന്നെ അവർ ഈ കാണുന്ന നിലം, ഈ കാണുന്ന ഇവരുടെ ഏരിയ ആയിരിക്കും, അത് ഉഴുത് സെറ്റപ്പ് ആക്കി എടുക്കുന്ന കേട്ടോ കാണുന്നത്. ഹായ് ഞാനിപ്പം പറഞ്ഞു തരാന്ന് എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. ഞാനെങ്കിൽ വെറുതെ പറഞ്ഞു, അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ഒരു വാണക്കേസ്
ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവരെ കുറിച്ച് ഒരിക്കലും വരാനും പാടില്ല. എനിക്ക് ഇത് ഈ സായിപ്പുമാരെ കുറിച്ച് എനിക്ക് യാത്ര ചെയ്യുന്നത് താല്പര്യമില്ല കേട്ടോ. ഇവരൊരുമാതിരി ഇവര് വിചാരിക്കുന്ന ഇവർക്കൊന്നും ടെൻഷൻ അടിക്കാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. പുതിയ തലമുറയൊക്കെയാണ് വിഷയമില്ല. എങ്കിലും ഞാൻ ആ കാഠ്മണ്ഡു വെച്ച് ഫിയറ്റുകാരനെ പഠിച്ചു. അവന്റെ മിറർ ഒരു വണ്ടി വന്ന് തട്ടി എന്ന് പറഞ്ഞാൽ 1.5 ആഴ്ച കരച്ചിൽ തുടങ്ങി. അന്ന് അവരുടെ ഡയലോഗിനാണ് ഒരു കുറവും ഉണ്ടാവില്ല. സത്യം ഇങ്ങോട്ട് നോക്കാം, നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്ത് സത്യം. ഇത് ഈ കാണുന്ന മലകളില്ലേ, ഇത് സമ്മർ ടൈം അല്ല, വിന്റർ ടൈമിൽ ഇത് ഫുൾ സ്നോ വന്ന് വീഴുന്ന ഏരിയ കേട്ടോ. എനിക്ക് ഡൗട്ട്, രണ്ട് മല ചെന്ന് ചേരുവിടുന്ന ഈ രാവിലെ പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അത് നമുക്കത് കല്യാണം കഴിച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങള് ദൈവത്തെ ഓർത്ത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. കമന്റിൽ കൂടെ എല്ലാരും അതിനൊരു ഇത് തരണം ഗായ്സ്. പറഞ്ഞു തരുന്നില്ല അല്ല ഗായ്സ്, എന്നോട് പറഞ്ഞു തരുന്നില്ല, എല്ലാരും കമന്റ് ബോക്സിൽ കൂടെ പറഞ്ഞു തരും. ഇതല്ലേ ഇവിടെ ഇങ്ങനെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ ആയത്. കൃഷിഭൂമി ഉണ്ടോ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റൂല. ഞാന് ഗ്യാപ്പിൽ ഒപ്പിച്ചൊപ്പിച്ച് ഇറങ്ങുന്നുണ്ട്. ഇത് അടുത്ത മെഷീൻ ഇത് എൻ്റെ പൊന്ന്, ഇതെല്ലാം ഉഴുതു മറിച്ച് ലെവലാക്കി എടുക്കുന്ന കേട്ടോ. വേറെ ഓരോ കൃഷി സെറ്റപ്പ് ഇതുണ്ടോ. ഈ കാണുന്ന ചേച്ചിമാർക്ക് മുഖം പൂത്തിരിക്കുന്നത് എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഈ കാണുന്ന ഗ്ലേസർ കാണാനാണ്, ഗ്ലേസർ മഞ്ഞുമല, അത് മതി. ഗൈസ് നോക്കൂ, ഈ ഒരു സംഭവം കാണാനാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത്. വലിയൊരു പർവ്വതമാണ്, അതിൻ്റെ അടുത്തോട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. തീർ സ്ഥലം കേട്ടോ. വർഷത്തെ ആദ്യത്തെ മഞ്ഞുമല ഞങ്ങൾ അങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. ഗൈസ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടില്ലല്ലോ ഇവനെ, വലുതായിട്ട് കണ്ടില്ല. ഗൈസ് നോക്കൂ, ഇത്ര സെറ്റപ്പ് ആയിട്ട് നമ്മൾ ഈ വർഷമാണ് കാണുന്നത്. കാരണം ഇവിടുത്തെ മറ്റേ വിന്റർ സീസൺ കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്തേ. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഇതേപോലെ തന്നെ കീട്ടിലെ മഞ്ഞ് ഇങ്ങനെ നിൽക്കണത് കേട്ടോ. ഫൈനലി നമ്മൾ ആ ഗ്ലേസറിന്റെ തൊട്ടടുത്ത് എത്തിട്ടോ, അതായത് മഞ്ഞുമലയുടെ അതിന്റെ തൊട്ട് താഴെ ചൈനീസ് ലെറ്ററിൽ എന്ത് എഴുതിയിട്ടുണ്ട്. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടികളൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. ഗ്ലേസർ എന്ന് ഇപ്പൊ ഞാൻ താങ്ക്സി പറയുന്നത് കേട്ട് ഏറ്റു പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ചൈനീസ് ബസ്സുകൾ വഴി കിടക്കുന്നതാണ് കേട്ടോ. എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്. ഇതിന്റെ ബേക്കിലാണ്, ഇത് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയാട്ടോ. വണ്ടിയുടെ എഞ്ചിൻ പോയെന്ന് തോന്നുന്നു. ഇതെന്നാ സാധനം, ബലോറോ ആണോ ഇത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരു പ്രത്യേക ടൈപ്പ് സാധനം. എന്റെ പൊന്നെ, ഇത്ര അടുത്ത് മഞ്ഞ് കാണും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചല്ലോ ഇവനെ. മഞ്ഞ് ഉരുകി തീരെ വളരെ എന്നാലും അതിന് മേളിലുണ്ട്, അവന് മേളിലുണ്ട് ഇഷ്ടം പോലെ. നോക്കി എന്തുള്ള മഞ്ഞാന്ന് നോക്കിയവനെ. ഇങ്ങോട്ടില്ലേ അടുത്തടുത്ത് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് ഇവനെ. മേലോട്ട് നോക്കിയേ, ഭയങ്കര കരിങ്കല്ല് പോലത്തെ ടഫ് ആട്ടോ ഇവന്. അതെ നമ്മൾ അങ്ങോട്ട് കാല് ചെയ്തിട്ടുണ്ട്, കീറി പോകുന്ന പോലത്തെ മഞ്ഞ. അത് പാസ കേട്ടോ ഇവനെ. നമ്മുടെ സൂണെ നിർത്തിയില്ലല്ലോ. ഇല്ലല്ലോ. ഇരുപതായിരം ആയിരിക്കും അല്ലേ. ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല, പൈസ കൊടുക്കണം. അതായത് ഈ മഞ്ഞുമലയുടെ അതുപോലെ സംഭവങ്ങളൊക്കെ സായിപ്പ് വലിയ സെറ്റപ്പ് ആയിട്ട് കൈ വീശി കാണിച്ചു. അപ്പം ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അപ്പം സായിപ്പിനൊന്ന് കിട്ടി. ചില ടൂറിസ്റ്റ് പ്ലേസിൽ ഇറങ്ങണമെങ്കിലും അതുപോലെ തന്നെ സംഭവം കാണണമെങ്കിലും പൈസ കൊടുക്കണം. ഈ മഞ്ഞുമല അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് 60 യാൻ, അതായത് 60 ചൈനീസ് മണിയാണ്. സായിപ്പ് എല്ലായിടത്തും ഭയങ്കര ഗീറ്റാണ്. അവർ പറഞ്ഞു നോ. അപ്പൊ സായിപ്പ് ഓക്കെ അപ്പൊ കൈ വീശി കാണിച്ചേ. പിന്നെ അവർ പറഞ്ഞു നോ ഫോട്ടോ. കാണുന്ന നാഷണൽ പാർക്കാണ്. ഇതുണ്ടോ മാൻ, പ്രത്യേകതരം മാൻ കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്, 1 2 അല്ല കേട്ടോ. നാഷണൽ പാർക്ക് കേട്ടോ. അതാണ് ഈ സംഭവം, ഇഷ്ടം പോലെയാണ്. ഗ്രാവിറ്റി, അതായത് 5 ആൾട്ടിറ്റ്യൂഡിലെ വണ്ടി ഓടുന്നത്. വണ്ടിയുടെ എണ്ണയൊന്നും മര്യാദ കത്തുന്നില്ല, ഭയങ്കര മിസ്സിംഗ് ആണ്. ഇത് റോട്ടിൽ ഇച്ചിരി ഇറക്കി മാറ്റി നിർത്തി. ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഒരു കരിഞ്ഞ മണം അവിടെ പേടിച്ചു പോയി. നമ്മൾ ഒതുക്കി മാറ്റി മൊത്തം നോക്കി, കുഴപ്പമൊന്നുമില്ല. രാത്രി സമയത്ത് അവിടെ നമ്മുടെ ഗ്രൂപ്പ് മൊത്തം പെൻഡിങ് ആയിട്ടോ. പോയി കാണും. കൊടുക്കും ഞാൻ. എന്റെ മോനെ ഒരു നിമിഷം ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ ഒരു മണം വന്നു. സിഗ്നലൊന്നുമില്ല, വണ്ടിയുടെ എന്തിലാണ് അവിടെ സിഗ്നൽ എത്തൂല ഇവനെ. ഈ കാണുന്ന കിഡിലെ സ്ഥലത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. സമയം ഇപ്പൊ ഇവിടെ 1:45 ആയതുള്ളൂ, പക്ഷെ ഫുള്ള് ഫോഗ് ഇറങ്ങിട്ടോ. അതായത് നല്ല മഞ്ഞിറങ്ങി. അതുകൊണ്ട് ഒന്നിനും വ്യക്തതയില്ല കേട്ടോ, കാഴ്ചകൾക്ക് വ്യക്തതയില്ല. ഇനി ഏതാണ്ട് 200 സംതിങ് കിലോമീറ്റർ നമുക്ക് ഓടിക്കാണ്ട്. ഇനി ആ ഒരു ലാസ കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു ഭൂപ്രകൃതി മാറി വേറൊരു ഭൂപ്രകൃതി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതിൽ ഞങ്ങളൊരു സ്ഥലത്തെത്തി, പക്ഷെ ഒട്ടുക്കത്തെ കാറ്റാട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ എന്നാ പറയുക കാറ്റാ സാധനം. കൊള്ളാം കേട്ടോ. ഇത് കാറ്റിന്റെ വേവ് അനുസരിച്ച് സഞ്ചരിക്കുന്ന എന്തോ ഒരു പക്ഷിയാട്ടോ. കലക്കം സാധനം, അത് കലക്കിട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഫോണൊക്കെ എടുത്തോണ്ട് പോകുന്നത് ഉണ്ട്. നോക്കിയേ ഗൈസ്, ഭയങ്കരം കാറ്റാട്ടോ. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്യായ കാറ്റാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു പട്ടി അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബീച്ച് പോലെ കേട്ടോ, മൊത്തം ഫോഗിയായ കാലാവസ്ഥയാണ്. എൻ്റെ പൊന്നെ, ഇതെന്നാ സംഭവം? പക്ഷിയാണ്, ഇതുപോലത്തെ പക്ഷി കലക്കി. ഗൈസ് ഇതിന്റെ പേരുണ്ടാന്ന് ഞാൻ ടാക്സി ദിസ് നെയിം Yamtok Lake. ലംഡോ Yamtok. യംടോക് ലേക്ക്. Lake. ഗൈസ് Lake നോക്കൂ. is a Yamtok Tor. ഗൈസ് നോക്കൂ. ഗൈസ് നോക്കൂ, ഇതൊരു പക്ഷിയാട്ടോ. ഇതിങ്ങനെ കാറ്റത്തിനനുസരിച്ച് ഇങ്ങനെ ഓളം തള്ളി നിൽക്കും. നേരത്തെ ടാക്സി പറഞ്ഞാണ് ഈ കാണുന്ന ഈ ഒരു കിടിലൻ സ്ഥലം. ഞാൻ കിട്ടിയില്ല, സൂപ്പറല്ല. ഓക്കെ, സ്തംഭം കാലൊക്കെ കിട്ടും. കിടിലും ഫോട്ടോ ഇവിടുന്ന് കിട്ടും. ഹോളി ലേക്ക്. Tibet, Autonomous Region have the 3 holy lake. Manasava Lake, Namso Lake, and Yamdo Lake. അതെന്താ So that one is one ദൈവത്തിന്റെ part of the പുഴ എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം. വിശുദ്ധ പുഴയും ദൈവത്തിന്റെ പുഴയെന്ന് അതിന് പറയും. ഗൈസ് നോക്കൂ, അതാണ് സംഭവം. എല്ലാവരും ഇവിടെ നിന്ന് കീച്ചുന്നുണ്ട്. ഞാനും ഒന്നിനും ഒരു കുറവ് വരുന്നില്ല. ഞാനും കീച്ചിട്ട് കേട്ടോ. കാണുന്നുണ്ട് കേട്ടോ, ഒരു ശബ്ദമുണ്ട്. നോക്കിയാൽ ഇങ്ങനെ കാറ്റിന്റെ വേവിനനുസരിച്ച് ഈ സാധനം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും കേട്ടോ. സംഭവം കലക്കി, സംഭവം കലക്കി പൊളിച്ചു തിമിർത്തു. എന്തോരം വണ്ടിയാന്നല്ലോ. ഇവിടെ ചില സ്ഥലത്ത് പൈസ കൊടുക്കണം ടൂറിസ്റ്റ് പ്ലേസിൽ, പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടോ. അല്ലേ പിന്നെ അതായത് ചില സ്ഥലത്ത് പൈസ കൊടുക്കണം, ചില സ്ഥലത്ത് പൈസ കൊടുക്കണം. ഇനി നിന്ന് ചത്തുപോകും. നല്ല തണുപ്പാ. എൻ്റെ കിളി മാറി കേട്ടോ. പറയുന്ന കേൾക്കാൻ പറ്റുന്നോണ്ട് തന്നെ സംശയം കേട്ടോ. ഇത് ഹോളി ലേക്കിന്റെ ഫോട്ടോ. ഇതിവിടെ ഇങ്ങനെ ആൾക്കാർ എന്തോ കെട്ടിക്കെട്ടിടുന്നുണ്ട് കേട്ടോ. കാറ്റിനിങ്ങനെ ഇവിടെ ഒരു യാക്കിന്റെ ഫോട്ടോ ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ നല്ല കിടിലം വ്യൂ ആണ്. ഇത് നോക്കിയേ, സിംഹമാണോ? അല്ല, പട്ടിയാട്ടോ. കലക്കി കലക്കി. ചേച്ചിമാര് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഹായ്. ഗൈസ്, ഇവിടുത്തെ ചേച്ചിമാര് ഞങ്ങളുടെ ഫോട്ടോ. താങ്ക്സ്. എന്തിയെ ആ കാലം നിന്റെ അടുക്കോടെ പോയിടാ. ആരെ കണ്ടാലും ഐ ലവ് യു അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചാക്കുവാന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അല്ലേടാ, ഇത് എന്നാ സോസേജാന്ന് ചോദിക്കാം അവിടെ. ഞാൻ പോയി വണ്ടി കയറട്ടെ. ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ ഓടി വണ്ടി കയറട്ടോ. എല്ലായിടത്തും പോലീസുണ്ട്. തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാ. ടാക്സി, ടാക്സി, ഓൺലി ടാക്സി. ഗൈസ്, തുറക്കടാ, കാലം മാറാ. എടാ, ഞെക്കള എവിടെയും പിടിച്ചേ. എടാ തുറക്കടാ. ഗൈസ്, ഇവിടെ ടാക്സി ഇല്ല, ഓൺലി ടാക്സി മാത്രമേ ഉള്ളൂ. അടിപൊളി കാഴ്ചയാണ്. പക്ഷേ ഓർമ്മ നിൽക്കാൻ പറ്റില്ല. ആറ്റിറ്റ്യൂഡ് സിക്നെസ് ഉണ്ട് ഇവിടെ. ഞാൻ കുറച്ച് മടുത്തു. എന്താ കുറെ ഒരു കാറിന്റെ ഇടയിൽ ഓടിച്ചു വന്നു. ഞാൻ ഓണറൊന്നും ഓടിച്ചു വിട്ടു. ഫൈനലി നമ്മൾ നേരത്തെ അങ്ങോട്ട് പോവല്ലേ ഇവനെ. ഫൈനലി ആന്റി ക്വിക്കലി ആന്റി ഞങ്ങൾ തന്നെ പോകണേ. അതായത് നമ്മളവിടെ ചെന്നിട്ട് ഒറ്റ ഉറക്കോട്ടെ. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്നാടാ മേലെ മറ്റേ പുള്ളിന് പണിയൊക്കെ വെച്ചേക്കുന്നത്. ഇൻസ്റ്റാ360 പണിയിരിക്കുന്നത് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ സംഭവിച്ചാൽ അത് എഡിറ്റിങ് ഇച്ചിരി പാടാട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ കൊമ്പും കോലും വെച്ചത് ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ നടക്കണം. ഞാൻ സിക്കാത്തയിൽ നിന്ന് ലാസയിലേക്ക് 4 മണിക്കൂർ മതി. 295 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൂടുതൽ ഒരു ബൈക്കറുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ 4 ലൈനിൽ കയറാൻ പറ്റില്ല. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. 4 ലൈൻ ലെഫ്റ്റ്, പല ഫോറിൻ രാജ്യങ്ങളും അങ്ങനെയാണ്. അപ്പം നമ്മൾ 2 വരിപ്പാത ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നല്ല സമയം എടുക്കുക. അതുകൊണ്ട് 7:30 ആവും. ഇവിടുത്തെ 7:30 അല്ലടാ, ഇവിടുത്തെ 7 എന്ന് പറയുമ്പോൾ ഇപ്പൊ 2 മണിയായി. ഇനി എന്തോ സമയം ഓടിക്കണല്ലേ. ഇനിയുണ്ട് 200 കിലോമീറ്റർ അടുത്തുകൊണ്ട് ഇനിയുണ്ട്. ഇറങ്ങിപ്പോകുന്ന വഴികൾ കണ്ടോ, വളരെ വളമുള്ള വഴികളാണ്. നമ്മൾ കൂടുതലുള്ളവരെല്ലാം പോയി. ഞങ്ങളത് മൂത്രം ഒഴിക്കാൻ നേരെ ഞങ്ങൾ പോവാട്ടോ. ചടപടാ വണ്ടിയാണ്, 1-2 വണ്ടിയൊന്നുമല്ല, ഇഷ്ടം പോലെ വണ്ടി. ഇപ്പം പോകുന്നത് ഭയങ്കര ഡേഞ്ചർ റോഡാട്ടോ. പക്ഷെ കിടിലൻ റോഡാണ്, പക്ഷെ സ്ഥലം ഇച്ചിരി ഡേഞ്ചർ ആട്ടോ. നമ്മുടെ വണ്ടി ട്രാവലർ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കൂടുതലുള്ളവരെല്ലാം പാഞ്ഞിറങ്ങിപ്പോയി. ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്കറിയാലോ. കാരണം ഓവർ ചവിട്ടി വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പണി വാളും കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിലൊരു സത്യം കണ്ടോ, ഇതിന് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. ഭയങ്കര ഡേഞ്ചർ റോഡ് കേട്ടോ. അത് ഭയങ്കര കർവും പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഷാർപ്പ് എഡ്ജൊക്കെ ആട്ടോ. പിന്നെ റോഡിന് പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യാക്കിനെ കൊണ്ടുവന്നുണ്ടോ? യാക്കിനെ ഞാൻ തോന്നുന്നുണ്ട് യഥാർത്ഥ യാക്കിനെ. ഫൈനലി അങ്ങനെ എല്ലാവരും ലാസയിലെത്തി. ഈ കാണുന്ന ഹോട്ടലിലാണ് എല്ലാവരും കിടക്കുന്നത്. ഞങ്ങൾ ഈ കാണുന്ന പാർക്കിങ്ങിൽ വണ്ടി പോയിട്ടിട്ട് കേട്ടോ. അതായത് മീറ്റിംഗ് ആവില്ല, മീറ്റിങ്ങിന് പോയിട്ട് വരാം കേട്ടോ.
The rest of you have to more free. ഫൈനലി ഞങ്ങൾ വണ്ടി എത്തി. ഞങ്ങളുടെ 2 പേരും പാസ്പോർട്ട് വന്നു. 3 ദിവസം 2 ദിവസം 3 ദിവസമാണ്. 3 ദിവസം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ കറങ്ങാൻ പറ്റും. നമുക്ക് രണ്ടുപേരും അങ്ങോട്ടും കൈ പിടിച്ച് കിടക്കാം. ഗൈസ് നാളെ ഞങ്ങൾക്ക് കുറച്ച് തുണി മേടിക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞ ആ AC അതുപോലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ. എന്തായാലും ഇന്നൊരു വെട്ടിക്കെട്ട് ഹോട്ടലാണ് ഇവർ എടുത്താക്കണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാനും സംഭവമൊക്കെ സെറ്റ് പറ്റി. നല്ല ഹോട്ടലും. ഇന്ന് രാവിലെ എൻ്റെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അത്. എന്തായാലും പാസ്പോർട്ട് കിട്ടി. നാളെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ടൗൺ കറങ്ങി കാണും. കുറേ കാണാനുണ്ട്. പിന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടി ലെവലായി ഒന്ന് സെറ്റപ്പ് ആകണം. ലിവിന് പിന്നെ കുരുവാട്ടോ, കുരു മാറ്റണം. ബൈ 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 ബൈ.